നമ്മളിപ്പോ പുഴ കക്ക ഉണ്ടാന്ന് നോക്കാൻ പോവുകയാണ്. എങ്കിൽ ഞങ്ങൾ പോകാതെ അവസ്ഥ ഇരിക്കടോ. സുനാമി ഭൂകമ്പൊക്കെ വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ. ഞങ്ങള് കഴിഞ്ഞ ദിവസം കക്ക വാരി. അവിടെ കക്ക കിട്ടിയില്ലെങ്കിൽ അറിയാമോ? അതാരാ നോക്കി കന്നുകാലി ഇറങ്ങി കിടക്കണേ. നീന്തി അങ്ങടെ എത്തണ്ട പറിക്കാപ്പിളെ. പോത്ത് പറയണ കേട്ടില്ലേ? ശ്വാസം വിടാൻ പറ്റണില്ലാന്ന്. അമ്മയുടെ നീന്തല് കൈ കുത്തി നടക്കേ. നമ്മളാരാ മോൻ കാരം അങ്ങോട്ടല്ല സ്രാങ്കേ. അവനിക്കറിയാ അങ്ങാട്ടി ചെന്നാലേ അവന്റെ വായിച്ചെന്ന് വിടും. തിരിച്ചു നീന്തിയാ വല്ല സഹാറ മരുവിൽ പോയി രസപ്പെടാ. വടിയായിട്ട് നിക്കി എന്നെ തപ്പി കടന്നിറച്ചില്ലെങ്കിൽ കേറുമ്പോ നടേടിയുണ്ട്. എന്റെ പൊന്നു സാറേ, അല്പം ചട്ടം പിത്തരില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. നമ്മൾ മാത്രം മര്യാദക്കാരെ ജീവിച്ചാലേ തല്ലുകൊണ്ട് തൂറി മെഴുകത്തേ ഉള്ളൂ. കൊച്ചി ചൊറിയണം കേറി പിടിച്ചു. കൊച്ചിന് അല്ലേ തന്നെ ചൊറച്ചിലുള്ളതാണ്. ഇനിയിപ്പോ എന്താകും എന്ന് നമുക്ക് കണ്ടറിയാം. ഞങ്ങൾക്ക് ഉച്ചക്ക് ചോറിന് കറിയൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ ബംഗാൾക്കോടെ സാധാ കൃഷി കുടുംബം. ഞങ്ങൾ ബംഗാളിലെ കൂത്താട്ടുള്ള ജില്ലയിലെ ഒരു സാധാരണ കൃഷി കുടുംബമാണ്. അതുകൊണ്ടാണ് എന്റെ മോൻ ഇങ്ങനെ ഇരിക്കുന്നത്. ഞങ്ങളുടെ അമ്മാമ്മ കക്ക വാരി അത് വറുത്ത് വേണം ഞങ്ങൾക്ക് ചോറ് തിന്നാനായിട്ട്. വെള്ളം ഞങ്ങൾ കൃഷി വീട് കാലി ഒലിവായി. ഇത്തവണത്തെ വെള്ളപ്പൊക്കത്തിൽ ഞങ്ങളുടെ വീടും കന്നുകാലികൾ വെള്ളം ഒളിച്ചു പോയി. ഇനി വാർത്ത ഞങ്ങൾ ഞങ്ങളുടെ മുഴു പട്ടിണിയിലാണ്. ജീവി മാർഗല്ലേ മാതാജി, ഞങ്ങൾക്ക് വേറെ ഒരു മാർഗമല്ല ജീവിക്കാൻ. ഞങ്ങൾക്ക് വേറെ ആഹാരം ഒന്നുമില്ല. ഞങ്ങളിപ്പോ ഇങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത്. അതിന് നിങ്ങൾ സംഭാവന അഭ്യർത്ഥി സഹായി. അതുകൊണ്ട് നിങ്ങൾ സംഭാവന തന്ന് സഹായിക്കണം. സാകളെ കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. Run it up, hit them up, give them that funk like serving that thump right out of that trunk like run it up, fuck it up.